രണ്ട് പുത്രനോട് ഒന്ന് കരുണ കാണിക്കണം, രണ്ടാമത് കരുണയുടെ പത്താണ്, റഹ്മത്തിന്റെ പത്താണ് അല്ലേ? ആണല്ലേ? ഖുർആൻ അത്ഭുത ഗ്രന്ഥമാണ്. അതിഥി വന്നു, ഭക്ഷണം കൊടുത്തു. ഒരു നേരത്തെ ഇഫ്താറൊന്നും വെറുതെ അല്ല, ഇഖ്ലാസോട് കൂടി ചെയ്യണം. ഇഖ്ലാസോട് കൂടി, അല്ലാതെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ വേണ്ടി അവരുടെ ഇഫ്താർ. ഇഖ്ലാസ് മൻ അഫ്തറ സായിമ എന്ന് നബി തങ്ങൾ പറഞ്ഞ പ്രതിഫലത്തെ ആഗ്രഹിച്ചിട്ട് ഇഫ്താർ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാതെ അവരെക്കാൾ ഒന്നും രീതിയില്ലേ ഒന്നും പാടില്ല. ഇഖ്ലാസ് അതാണ് വലുത്. അഖ്ലിസ് ദീനക യക്ഫീക അൽ ഖലീൽ. നീ ചെയ്യുന്നതിൽ ഇഖ്ലാസ് ഉണ്ടാവുകയും എങ്ങനെ ചെയ്യണം ഇൻഷാ അല്ലാഹ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. പോരെ എന്റെ പൊന്നു മനുഷ്യന്മാരെ, ആദ്യമായിട്ട് ഒന്നു മുതൽ എണ്ണാൻ പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. فَدُعِلَا طَعَامٍ وَاحِدٍ فَأَرْسَلْنَا إِلَيْهِمُ اثْنَيْنِ سَيَقُولُونَ ثَلَاثَةٌ فَخُذْ أَرْبَعَةً مِنَ الطَّيْرِ سَيَقُولُونَ خَمْسَةٌ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ وَمَا بَيْنَهُمَا فِي سِتَّةِ أَيَّامٍ الَّذِي خَلَقَ سَبْعَ سَمَاوَاتٍ طِبَاقًا ثَمَانِيَةَ أَزْوَاجٍ وَكَانَ فِي الْمَدِينَةِ 9 رَهْطٍ تلك 10 كاملة إني رأيت 11 كوكبا إن عدة الشهور عند الله 12 شهرا. 1 മുതൽ 12 വരെ فأرسلنا إليهم اثنين. 2 സൂറത്ത് യാസീൻ سيقولون ثلاثة. സൂറത്ത് കഹ്ഫ് فخذ 4 من الطير. സൂറത്ത് ആല ഇമ്രാൻ സയഖൂലൂന 5. ഇപ്പൊ അറബി സബ സിത്തൂന്ന് വായിച്ചമാരെ സബോ സബാസ്റ്റിന് അറബി വായിച്ചപ്പോ സബ സിത്തൂന്നായി. 5 الذي خلق السماوات والأرض وما بينهما في 6 أيام. 6 الذي خلق 7 سماوات طباقا. ഇങ്ങനെ 1 മുതൽ 12 വരെ എന്നെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ ഗണിതശാസ്ത്രം വല്ലാത്ത ഗ്രന്ഥമാണ്. ഞാനൊരു ഗവേഷണത്തിന്റെ ജനാലവാതിൽ തുറന്നു നൽകുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. ഇസ്ലാമിക് സെന്റർ അതിന്റെ തുടക്കമാകട്ടെ. അസ്ഹാബുൽ കഹ്ഫ് 309 വർഷമാണ് ഉറങ്ങിയത്. അവരുടെ എണ്ണം പറയുമ്പോ എത്ര വർഷം ഉറങ്ങി? 309 എന്ന് അറബിയിൽ എങ്ങനെ പറയാ? 309 വർഷം എങ്ങനെ പറയാ? ഇപ്പൊ ഇവിടെ കളരിയാ. ഒന്ന് പറയും, ഖുർആൻ പഠിക്കണ്ടേ? വർഷങ്ങൾ അല്ലേ? പക്ഷെ ഇവിടെ അള്ള പറയുന്നത് 300 വർഷവും അതിന്റെ കൂടെ 9 കൂടി കൂട്ടിക്കോ. നീ കൂട്ടിക്കോ. യഥാർത്ഥത്തിൽ അങ്ങനെ അവിടെ വരാൻ പാടില്ല. ഖുർആനിൽ വേണ്ടാത്തൊരു വാക്കതിന് എന്ന് പറഞ്ഞാൽ പോലെ അതിന്റെ ഇങ്ങനെ വസ്താദു നീ കൂട്ടിക്കോ. സാഹിത്യത്തിന്റെ ഗ്രന്ഥമാണത്. അവിടെ ഇത് പാടില്ല. വസ്താദ് എന്നുള്ളത് അധികപ്പറ്റൻ വേണ്ടാത്തതാണ്. പക്ഷേ ഈ സൂറത്ത് കഹ്ഫില് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്ന ആയത്തോട് أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. ആയത്ത് മുതൽ വസ്താദു 9 വരെ നോക്കിയാൽ 309 അക്ഷരങ്ങൾ കൃത്യമാണ്. വസ്താദു ഇല്ലെങ്കിൽ 309 കൃത്യമാവില്ല. 309 എന്ന് പറയുന്നിടത്ത് എണ്ണിയാൽ 309ാമത്തെ വാക്ക് അത് വരണമെങ്കിൽ വസ്താദു വേണം. ഇതാരാണ് ഇങ്ങനെ കൃത്യമായി ഒരു ജാമിയ കണക്കിൽ ലോകത്തിന്റെ ഗണിത ശാസ്ത്രജ്ഞന്മാരെ മുട്ടുകുത്തിച്ച ഈ ഗ്രന്ഥമേതാണ്? ഖുർആനിൽ ഗണിതശാസ്ത്രവും 4 മണിക്കൂർ ഞാൻ പള്ളിയിൽ 7 വെള്ളിയാഴ്ച പറഞ്ഞു. ഖുർആനും ട്രാഫിക്കും 2000 cc മുകളിലുള്ള വണ്ടി പാടില്ല കേരളത്തിൽ. 10 വർഷത്തിൽ കൂടുതൽ ഡീസൽ വാഹനങ്ങൾ നിരത്തിയുമാണ്. എന്തുകൊണ്ട്?
പൊല്യൂഷനാണ് പ്രശ്നം. ലോകത്താധികം ട്രാഫിക് നിയമം പറഞ്ഞത് ഗ്രീൻ ട്രിബ്യൂണൽ അല്ല. നീ നിരത്തിലൂടെ വണ്ടി ഓടിക്കുമ്പോ ബൈക്കിന്റെ സൈലൻസറിന്റെ കൂട്ട് കട്ട് ചെയ്തിട്ട് അരോചകമായ ശബ്ദമുണ്ടാക്കി ഓടിക്കരുത്. അത് അന്തരീക്ഷ മലിനീകരണമാണ്. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് പറഞ്ഞു, മകനെ നിങ്ങളിവിടെ പാലം കിടക്കുമ്പോ ഓവർ സ്പീഡിന് ഫൈൻ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഓവർ സ്പീഡ് പാടില്ല. നിന്റെ സഞ്ചാരത്തിൽ മിതത്വം പാലിക്കണേ. ലിമിറ്റ് പരിധിക്കപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. അരോചകമായ ശബ്ദമുണ്ടാക്കിയിട്ട് വാഹനം ഓടിക്കരുത്. ഇത് കഴുതയുടെ ശബ്ദം പോലെ അരോചകമാണ്. ചെറുപ്പക്കാരാ, ഡോളറിന്റെ റിയാലിന്റെ പളപ്പ് കാണിച്ചിട്ട് ബൈക്ക് വാങ്ങിച്ച് അതിന്റെ സൈലൻസർ കട്ട് ചെയ്തിട്ട് നീ ഓടിക്കുമ്പോ അത് കഴുതയുടെ ശബ്ദക്കാൾ അരോചകമാണ്. അത് അന്തരീക്ഷം മലിനീകരണം ഉണ്ടാക്കുന്നതാണെന്ന് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ ഖുർആനിന്റെ സഞ്ചാരത്തിന്റെ സാമാന്യ മര്യാദ, ഗണിതത്തിന്റെ മര്യാദകൾ, ഇതൊക്കെ പഠിക്കാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? അതുകൊണ്ട് റമളാൻ അതിനു വേണ്ടി മാറ്റിവെക്കുക, നന്മക്ക് വേണ്ടി മാറ്റിവെക്കുക, കരുണക്ക് വേണ്ടി മാറ്റിവെക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കരുണ കാണിക്കും, വരുന്നവർ എണ്ണം കൊടുക്കും. അതൊക്കെ അവസാനം എന്റെ ഇടയിലൊന്നും പറയരുത്, പാടില്ല. ഇപ്പൊ ഇത് പറഞ്ഞ എന്റെ ശ്രദ്ധ മാറി. അതായത് എത്ര അറിയാതെ പാടി കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലക്ഷദ്വീപിൽ ആകെ അഗത്തി ദ്വീപിലാണ് എയർപോർട്ട് ഉള്ളത്. ആകെ ആ ദ്വീപുള്ളത് 1.5 കിലോമീറ്റർ വീതിക്ക്, 1.5 കിലോമീറ്റർ നീളവും 1/2 കിലോമീറ്റർ വീതിയാണ്. ഫ്ലൈറ്റ് പോയി ഇറങ്ങിയിട്ട് 1.5 കിലോമീറ്റർ റൺവേയിൽ നിന്നില്ലെങ്കിൽ പിന്നെ കടലിന്റെ അതിൻ്റെ ഇടയിൽ നിന്നോണം. ആകെ കടലിന്റെ നടുവ് ആകെ 1.5 കിലോമീറ്ററാണ് ഉള്ളത്. ഫ്ലൈറ്റ് പോയി ഇറങ്ങിയിട്ട് പടച്ചൊരു അവസാനം നിൽക്കുമ്പോൾ കടലാണ് ഫ്രണ്ടിൽ കാണുക. നിന്നില്ലെങ്കിൽ അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും നിൽക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്ര ആളുകൾ കഴിച്ചു കൂട്ടിയിട്ട് 23-ാം തീയതി നാഷണൽ തിയേറ്ററിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും സംസാരിക്കാം. എന്നാൽ ഇന്നൊരു കാര്യം കൺക്ലൂഡ് ചെയ്ത് ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ ബാക്കി ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാവങ്ങളെ സഹായിക്കും, കരുണ കാണിക്കുകയും ഇഹ്സാൻ കാണിക്കുകയും അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും. ഖുർആൻ ഒന്ന് മാറ്റിത്തരും. هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام فما لبث أن جاء بعجل حنيذ. 98 വയസ്സായിട്ടും മക്കളില്ലാതെ പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ പ്രയാസം പറഞ്ഞ സാറാബിയുടെ മുമ്പിലാണ് 2 പാവപ്പെട്ടവര് വന്നത്. ഇബ്രാഹിം നബി ഓടിച്ചെന്നിട്ട് തടിച്ചു കൊടുത്ത പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് അറുത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തപ്പോ ആ വന്ന ആളുകൾ പറഞ്ഞ, ഇബ്രാഹിമേ, നിന്റെ ഭക്ഷണം കെടുക്കാമെന്ന മനുഷ്യരല്ല ഞങ്ങളും മലക്കുകളാണ്. ഒരു മകനില്ലാതെ, ഒരു പുത്രനില്ലാതെ പൊട്ടിക്കലഞ്ഞ സാറാബിക്കും നിനക്കും ഇസ്ഹാഖ് എന്ന മകനുണ്ടാവാൻ പോവുകയാണ്. പൊന്നു സഹോദരങ്ങളെ, ഈ വിഷയം പറയാൻ എന്റെ മുമ്പിൽ സമയമില്ല. ഏത് പ്രയാസം ഹൃദയത്തിലുണ്ടെങ്കിലും പാവപ്പെട്ടവരെ വിളിച്ച് ഒരു നേരത്തെ അന്നം കൊടുത്തിട്ട് ദുആ ചെയ്യ്. അല്ലാഹു പഠിപ്പിച്ചു തന്നു. ഇബ്രാഹിം നബിയുടെ ഭാര്യ പ്രസവിക്കാതെ ദുഃഖിച്ചിരുന്നപ്പോ പാവപ്പെട്ട 2 പേർക്ക് ഭക്ഷണം കൊടുത്തപ്പോ അല്ലാഹു പറഞ്ഞു, ഇസ്ഹാഖ് എന്ന മകനുണ്ടാവാൻ പോവുകയാണ്. ഈ വിഷയം കരുണ നിസ്സാര വിഷയമല്ല. എത്ര ബുദ്ധിമുട്ടും ഇത് മാറ്റിത്തരും. അതുകൊണ്ട് നീ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ പ്രയാസം മാറും. 2, നിന്റെ തലമുറകളിൽ ബറക്കത്തുണ്ടാവും. 2 കേട്ടോ നിങ്ങള്? ഇതൊന്നും ഗൂഗിളല്ല, ഇത് ഈ ഗ്രന്ഥം പറഞ്ഞാൽ പിന്നെ സംശയമില്ല. നിന്റെ മക്കളിൽ, ആ മക്കളുടെ മക്കളിൽ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിന്റെ തറവാട് അവസാനം വരെ ഒറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. കാരണം കേട്ടങ്ങള്, ഇസ്ഹാഖ് നബിക്ക് യാക്കൂബ് എന്ന മകനുണ്ടാവും, യാക്കൂബിന് യൂസുഫ് ഉണ്ടാവും. തലമുറകളോളം ബറക്കത്താണ്. നിന്റെ തലമുറകളിൽ സാലിഹീങ്ങളായ
മക്കളുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് KMCC-യുടെയും ഇസ്ലാമിക് സെന്ററിന്റെയും പ്രവർത്തകരോട് നിങ്ങൾ ചെയ്യുന്ന നന്മകളിൽ മുന്നേറുക. അതിൽ യാതൊരുവിധ വിമർശനങ്ങളെയും പേടിക്കാൻ പാടില്ല. അത് ബൈത്തുർ റഹ്മയാകട്ടെ, അത് ദാറുർ റഹ്മയാകട്ടെ, ചെയ്യുന്ന ഇഖ്ലാസോടെ ചെയ്യുക. ഓർമ്മയുണ്ട്, ഇസ്ലാമിക് സെന്ററിന്റെ അവസാനത്തെ പരിപാടിയിൽ പാലക്കാട് KMCC-യുടെ നന്മയുടെ നീറുറവുകൾ വറ്റാറില്ല. ആ സദസ്സിൽ പ്രസംഗിച്ചിട്ട് അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ആളാണ് പറയുന്നത്. അന്നാണ് ഞാൻ പ്രസംഗിച്ചിട്ടോട് വന്നത്, മുസ്ലിം ലീഗിലേക്ക് പച്ചപ്പരവതാനി വിരിച്ച് കയറുമെന്ന വാക്കവി ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഈമാനും അറിയില്ലായ കൂനത്ത കാമുല ഹത്തായറാന സംബീബിലിൻ മുസ്തില ഫയകൂന ദമ്മുഹും വമദുഹും സവാ ലം യഖ്ശലു മതലായിബിൻ ഫീദൽ അലാ. ജനങ്ങളെ ഒട്ടകത്തെ പോലെ കാണണം. പ്രശംസിച്ചാലും പൊന്തത്തുമില്ല, തികച്ചിയാൽ താഴത്തുമില്ല. കാരണം അള്ളാഹുവിന്റെ ദീനിനെ പറയാൻ വന്നവരാണ്. അന്നത്തെ പ്രസംഗം ഓർക്കുന്നുണ്ടാകും നിങ്ങൾ. സ്വർഗത്തില് പരമനാനിക്ക് 10 നിറവാന്ന് പറഞ്ഞപ്പോ ഞാൻ തിരുത്തിയിട്ട് പ്രസംഗിച്ചതാണ്. ആണ്, പക്ഷെ ചെയ്യുന്നത് ഇഖ്ലാസോടെ ചെയ്താൽ അവിടെ എത്തും. അതൊന്നും ഉണ്ടായില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അള്ളാഹു തീരുമാനിക്കുന്നതാണ്. റബ്ബ് നമുക്ക് നന്മ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. പാപങ്ങളെ സഹായിക്കണം, നന്മയുടെ പാതയിൽ ഉറച്ചു നിർത്തണമെന്ന് നമ്മുടെ പ്രയാസമാവും. എത്ര പ്രയാസങ്ങൾ നമുക്ക് മാറ്റിത്തരട്ടെ. 2, നമ്മുടെ തലമുറകളിൽ സാലിഹീങ്ങളായ മക്കളുണ്ടാകും. ഇസ്ഹാഖ് നബിക്ക് യാക്കൂബ് നബി ഉണ്ടായി, യാക്കൂബ് നബിക്ക് യൂസുഫ് നബി ഉണ്ടായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കരുണ കാണിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ആരോടാണ് കരുണ കാണിക്കേണ്ടത്? ആദ്യം കരുണ കാണിക്കേണ്ടത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ, റഹ്മത്ത് കാണിക്കേണ്ടത് മാതാപിതാക്കളോടാണ്. റമദാൻ വരുന്നതിന്റെ തൊട്ട് തലേ വെള്ളിയാഴ്ച, ശഅബാനിന്റെ വെള്ളിയാഴ്ച മുത്തുനബിയുടെ മിമ്പറിലെ ദുആയുണ്ട്. അതിലൊന്നൊരു ദുആ, മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ട് അവരെ കൊണ്ട് സ്വർഗം കിട്ടാത്തവൻ നശിച്ചു പോകട്ടെ. ആ ദുആ ശഅബാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച വന്നത്. റമദാൻ വരുന്നതിന് മുമ്പ് മാതാപിതാക്കളോട് പരുമ ചെയ്യണേ, അവരോട് പൊരുത്തം വാങ്ങിക്കണേ. ഇല്ലെങ്കിൽ നിന്റെ വരാനിരിക്കുന്ന റമദാൻ നന്നാവുകയില്ലെന്നല്ലേ? അല്ലേ? നമ്മളെ ഹദീസത്ര കേട്ടു, ശഅബാനിന്റെ തലേ വെള്ളിയാഴ്ച ഈ ദുആ ചെയ്തത്. റമദാൻ വരുകയാണ്, മാതാപിതാക്കളോട് നീ പൊരുത്തം വാങ്ങിക്കണം, കരുണ കാണിക്കണം. മാതാപിതാക്കളെ നീ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കണേ. ഇല്ലെങ്കിൽ നിന്റെ റമദാൻ സാധൂകരിക്കപ്പെടില്ലെന്നല്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നമ്മളെ കഷ്ടപ്പെട്ട് വളർച്ച ഉമ്മയും വാപ്പയും അല്ലാഹു ഒരു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. കട്ടിലിൽ കിടന്നിട്ട് വെള്ളം കോരി കൊടുത്താൽ പോലും തൊണ്ടയിലേക്ക് ഇറങ്ങാത്ത അവസ്ഥയിൽ വാപ്പ കിടന്നാലും അവർക്ക് ദീർഘായുസ്സ് നൽകണമല്ലോ. കാരണം വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ കുട്ടിയാണ്. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ കുട്ടിയാണ്. കാരണം കല്യാണത്തിന് പോയാൽ 39 വയസ്സായി എനിക്ക് കല്യാണം കഴിഞ്ഞിറങ്ങും മുമ്പ് ചോദിക്കും, മോനെ ഭക്ഷണം കഴിച്ച് കൈ കഴുകുമ്പോൾ ചോദിക്കും. കാരണം അപ്പോഴും നമ്മൾ കുട്ടിയാണ്. അപ്പോൾ വാപ്പയുമ്മയും അവര് മരിക്കുന്നതോടുകൂടെ നമ്മൾ കുട്ടിയല്ല. താടി നരച്ചാലും മുടി നരച്ചാലും തല നരച്ചാലും വാപ്പയുമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ കുട്ടിയാണ്. അവര് മരിച്ച് ഇന്ന് നമ്മളെ സ്വീകരിക്കാൻ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മളെ കാത്താളുകളുണ്ട്, കെട്ടിപ്പിടിക്കാൻ ആളുകളുണ്ട്, താങ്ങി നടക്കാൻ ആളുകളുണ്ട്. കാരണം അതൊക്കെ നമ്മളൊരു നിലയിലെത്തിയത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ ഒരു നിലയിലും എത്താറ് തത്തി കളിച്ചപ്പോ മലവും മൂത്രവും താഴെ കടന്നപ്പോ നമ്മളൊന്നുമല്ലാത്ത സമയത്ത് നമ്മളെ താങ്ങിപ്പിടിച്ച് നടന്നവരവരാണ്. ഇന്ന് നമ്മളെ താങ്ങിപ്പിടിക്കാൻ ആളുകളുണ്ട്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ഒരു നിലയിലെത്തിയിട്ടുണ്ട്. ഒന്നുമില്ലാതെ മലവും മൂത്രവും ഒരേ സ്ഥലത്ത് സഞ്ചരിച്ച് കിടന്നപ്പോ അന്ന് നമ്മളെ താങ്ങിയെടുത്ത് നടന്നവരാണ്. അതുകൊണ്ട് അവരോട് നീ നല്ല രീതിയിൽ പെരുമാറണേ.
ووصينا الإنسان بوالديه حسنا حملته أمه وهنا على وهن. നിന്റെ ഉമ്മ കട്ടത്തിന്റെ മേൽ കട്ടത സഹിച്ചിട്ടാണ് നിന്നെ പ്രസവിച്ചത്. എന്റെ സഹോദരിമാര് അതിന് പോകുമ്പോൾ എഴുതിത്തരുസ്താറെ സുഖപ്രസവത്തിന് ദുആ ചെയ്യണം. ആ വാക്ക് തന്നെ തെറ്റല്ലേ? പ്രസവത്തിന് എന്ത് സുഖമാണുള്ളത്? സുഖപ്രസവത്തിന് എന്ത് പ്രസവത്തിന് എന്ത് സുഖം? 140 എല്ലുകൾ ഒന്നിച്ച് ഒടിയുന്ന വേദന. ആ സമയത്തും അവര് വിളിച്ചതും മോനെ, എന്റെ മോൻ വരാൻ പോവുകയാണ്. ഈ വേദന അവര് സന്തോഷമാക്കി. അല്ലാഹുവിற்கு ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, കരുണ കാണിക്കേണ്ടത് മാതാപിതാക്കളോട് കരുണയില്ല. അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. ലോകത്തിലെ ഏറ്റവും സുഖമുണ്ടായിരുന്ന മെത്ത എന്റെ ഉമ്മയുടെ നെഞ്ച്. അതുകൊണ്ട് സഹോദരങ്ങളോട്, പ്രവാസികളെ, ജീവിതത്തിൽ അവരോട് കരുണ കാണിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ താങ്ങും തണലുമായി നടന്ന നമ്മുടെ ഭാര്യ, നമുക്ക് ഭക്ഷണം ഒരുക്കി തന്ന, നമ്മുടെ വസ്ത്രം അലക്കി തന്ന, നമ്മൾ വരുന്നതിനകത്ത് വാതിൽപ്പടിയിൽ കാത്തു നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവൾ, അവളോട് നിങ്ങൾ കരുണ കാണിക്കണേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. അല്ലാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. റബ്ബ് നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് റഹ്മത്തിന്റെ 10 നിങ്ങൾ എല്ലാവരും അല്ലാഹു റഹ്മത്ത് നമുക്ക് നൽകട്ടെ. അല്ലാഹു റഹ്മത്ത് നമുക്ക് നൽകട്ടെ. 3 കാര്യങ്ങൾ ചെയ്യണം റഹ്മത്ത് കിട്ടാൻ. അത് ആംഗ്യം കാണിച്ച സമയമായി. 3 കാര്യങ്ങൾ ചെയ്യണം. അൽഹംദുലില്ലാഹ്, ഇസ്ലാമിക് സെന്ററിൽ പ്രസംഗത്തിന് ഇത്രയും നിശബ്ദമായൊരു സദസ്സ്. സന്തോഷം. അല്ലാഹു സ്വീകരിക്കും. പ്രസംഗത്തിന്റെ സത്തയിൽ ഉൾക്കൊണ്ടു എന്നാണ് എൻ്റെ. റമളാന്റെ സത്തയിൽ ഉൾക്കൊണ്ടു. 3 കാര്യം റഹ്മത്തിന്റെ 10 റഹ്മത്ത് കിട്ടണമെങ്കിൽ 3 കാര്യം ചെയ്യണം. 1, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഏത് നന്മ കണ്ടാലും ആ നന്മയിലേക്ക് ഓടിയെത്തണം. 2, വയദൂനനാ റഗബൻ വറഹബ. പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ റബ്ബിനോട് കാര്യമായി ദുആ ചെയ്യണം. 3, വകാനൂ ലനാ ഖാശിഈൻ. ഹൃദയത്തിൽ നരകത്തെ പിടിച്ചുള്ള പേടി ഉണ്ടാവണം. എന്നാൽ ഖുർആൻ സൂറത്തുൽ അംബിയ. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ഖുർആനാണ്. വഅദ്ഖൽനാഹു ബിറഹ്മത്തിന. അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മൾ പെടുത്തും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഏത് നന്മ കണ്ടാലും ഓടിയെത്തണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തായി ഈ വിനീതിന്റെ നേതൃത്വത്തിൽ അബ്ദുള്ള എഡ്യൂക്കേഷൻ അക്കാദമി ഒറ്റപ്പാലത്ത് നടക്കാൻ 50 ഹാഫിളുകൾ, അൽഹംദുലില്ലാഹ് 7 പേര് ഹാഫിളുകളായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഒരു മോൻ പഠിക്കുന്നു. ബഹുമാനനായ ഡോക്ടർ അബ്ദുറഹ്മാൻ അളവട്ടൂർ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ കൂടിയാണ്, അദ്ദേഹം വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരു മോൻ പഠിക്കുന്നു. 3 മാസമായി ഹിഫ്ള് തുടങ്ങിയിട്ട്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് ഹാഫിളാകുന്ന മോൻ അവനാകും. 120 ദിവസം കൊണ്ട്. ഞങ്ങളെ പുതിയ കണ്ടില്ല. 1 മാസം 2 മാസം കഴിഞ്ഞാൽ ഇത്രയും കഴിവുണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പ് 25 ഇൻഷാ അല്ലാഹ് ഹാഫിളായാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ദിവസം കൊണ്ട് സ്കൂളോടുകൂടി സ്കൂൾ വിദ്യാഭ്യാസത്തോടുകൂടി തന്നെ ലൈഫൊന്നും മാത്രമല്ല, അൽഹംദുലില്ലാഹ് അത്രയും നല്ല മക്കളാണ്. ഞാൻ എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അൽഹംദുലില്ലാഹ് 25 ദിവസം 50 ഹാഫിളുകളോടെ ഇഫ്താറിനുണ്ട്. ഒരു ദിവസത്തെ ഇഫ്താറിന് കഴിയുന്ന സഹോദരങ്ങളൊക്കെ സഹായിക്കുക, ഞാനുമായിട്ട് ബന്ധപ്പെടുക. എന്തെങ്കിലും ഉളവട്ടൂരുമായിട്ടോ ഇതിൻ്റെ കോർഡിനേറ്റർ എൻ്റെ പ്രിയ സുഹൃത്ത് സാബർ മാട്ടൂരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു ദിവസത്തെ ഇഫ്താർ 50 ഹാഫിളുകൾക്ക് ഒരു ദിവസം നോമ്പ് തുറപ്പിക്കാം. ഒരു ദിവസത്തേക്ക് 1000 ദിർഹമാണ് ഒരു ദിവസത്തേക്ക്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഒരു വലിയ സന്തോഷമാണ്. 50 ഹാഫിളുകൾക്ക് ഇഫ്താർ നൽകുക. അവർ സ്ഥിരം ഖുർആനിലാണ്. ഞാനിവിടെ വേറൊന്നും പറയുന്നില്ല. ഞാനവിടെ ഇല്ലാത്തൊരു സ്ഥാപനത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികൾ അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് ഇത്രയും നല്ലൊരു സദസ്സ് ഒരുക്കി തന്ന ഇതിന്റെ പ്രവർത്തകർക്കും ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട മുനസ്സിക്കിനോടും ജസാഖല്ലാഹു ജസാഅൽ ഖൈർ. അള്ളാഹു അത്തീക ആഫിയ വബറകല്ലാഹു ഫീ അഹ്ലിക വഫീ ഔലാദിക. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഏതായാലും വളരെ സന്തോഷം. ഇത്രയും നല്ലൊരു സദസ്സ് 23-ാം തീയതി നാഷണൽ തിയേറ്ററിലാണ്. എല്ലാവരും നേരത്തെ എത്തുക. അൽഹംദുലില്ലാഹ് ഇത്രയും സന്തോഷമുള്ള ഒരു സദസ്സ് ഇതിന്റെ ഭാരവാഹികൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ വരുന്ന പണ്ഡിതന്മാരിൽ 3 മലയാളികൾ അതിനുവേണ്ടി സഹായിച്ച ബഹുമാനായ യൂസുഫ് അലി സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരിലും അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ധാരാളം പ്രവർത്തകരുടെ ഈ സഹായം എത്തിക്കുന്നവർ അള്ളാഹു അവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വരുന്ന ജൂൺ 17-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ 10-നും 18-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്ക് ഖുർആൻ പാരായണ മത്സരം നടക്കുന്ന ഇസ്ലാമിക് സെന്ററിൽ എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാണ്. ഏതായാലും ഇടയ്ക്ക് ബെല്ലടിക്കാതെ അലോസരപ്പെടുത്താതെ നടത്തിയ വാതിന് ഇസ്ലാമിക് സെന്ററിൽ മണിയടിക്കാത്ത ആദ്യത്തെ വാദമാണ് നൽകുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് മാറ്റി വെച്ച അൽഹംദുലില്ലാഹ് സാബറിന് സന്തോഷം. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا دينا الا اديته ولا مرضا الا شفيته ولا مريضا الا عافيته ولا حاجه من حوائج الدنيا والاخره هي لك رضا ولنا فيها صلاح إلا قضيتها ويسرتها وأصلحتها يا أرحم الراحمين. يا ذا الجلال والإكرام يا غفار الذنوب يا ستار العيوب واستر عيوبنا يا ستار العيوب واغفر ذنوبنا يا غفار الذنوب واستجب دعانا يا مجيب الدعوة المضطرين رحمن الدنيا والآخرة ورحيمهما ارحمنا يا خير الراحمين. ارحم الرحيമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായി ധാരാളം തെറ്റുകൾ ചെയ്ത പാപികളാണ് അല്ലാഹുവേ. ഞങ്ങളെ നീ കൈവടിയല്ലേ അല്ലാഹ്. ഈ റമദാൻ നമ്മുടെ പാപങ്ങൾ കരിക്കപ്പെടുന്ന മാസമാക്കണേ അല്ലാഹ്. പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ നിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നു അല്ലാഹ്. പടച്ചവനെ, റമദാൻ സലാം പറയുമ്പോൾ ഒരു പാപം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബാക്കിയാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ തമ്പുരാനെ, പാപങ്ങൾ ബാക്കിയായാൽ ഞങ്ങളെക്കാൾ വലിയ പരാജിതരാരുമില്ല അല്ലാഹുവേ. രക്ഷപ്പെടാൻ നീ തന്ന ഒരു ചെറിയ തുമ്പിക്കയറാണ് അല്ലാഹുവേ. ഇതിൽ പിടിച്ച് കയറി സ്വർഗത്തിലെത്തുന്ന മുത്തക്കികൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ശരീരത്തിന്റെ പരിമിതി കൊണ്ട് ഒത്തിരി ചോദിക്കാൻ നിന്നോട് സമയമില്ല അല്ലാഹുവേ. പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൽ എന്തൊക്കെ ആഗ്രഹമുണ്ടെന്ന് നിനക്കറിയാം അല്ലാഹുവേ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി തരണേ അല്ലാഹ്. ജീവിതത്തിന്റെ പല ബുദ്ധിമുട്ടുകൾ കടന്ന് കഷ്ടപ്പെടുന്ന സാധുക്കളാണ് ഈ കൈ നീട്ടിയിരിക്കുന്നത്. കടലിനിക്കരെ ജീവിതത്തിന്റെ 1000 പരീക്ഷകളിൽ ചുമരിൽ പേറി വന്നവർ. രോഗങ്ങളിൽ നിന്ന് സാധുക്കളെ കാക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കടബാധ്യതയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കടങ്ങളെ കയറിയവരുടെ നീ എല്ലാം വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. കച്ചവടം തുടങ്ങി വല്ലാതെ കഷ്ടപ്പെടുന്നവരുടെ കച്ചവടമൊക്കെ നീ ഖൈറിലാക്കണേ അല്ലാഹ്. നീ കൊടുത്തവർക്ക് ആ കൊടുത്ത നിഅമത്ത് നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. നീ തിരിച്ചു വാങ്ങിക്കില്ല അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കിയിട്ട് അല്ലാഹ്. ഞങ്ങളെ ഹാഫിളീകളാക്കിയിട്ട് അല്ലാഹ്. പടച്ചവനെ, ഹാഫിളീകളാക്കിയിട്ട് അല്ലാഹ്. എല്ലാ സദസ്സിലും മക്കളെ ഹാഫിളാകണമെന്ന് ഞങ്ങൾ ദുആ ചെയ്യുന്നു റബ്ബേ. ഞങ്ങളുടെ മക്കളെ മരിച്ചാൽ ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കുന്ന ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന ഹാഫിളീകളാക്കിയിട്ട് അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സർവ്വ അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ, ഞങ്ങൾക്ക് ദീനിന്റെ ഇൽമുകൾ ഇതേപോലെ പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഉഷാദ് വാക്കവി, അദ്ദേഹത്തിന്റെ മകൻ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു പോയി. ഹാഫിളായി കാണണമെന്ന് ആഗ്രഹിച്ച മകന്റെ മയ്യത്ത് അദ്ദേഹം നിസ്കരിച്ച് കബറിലാക്കി. അല്ലാഹുവേ, പൊന്നുമോനെ പുഞ്ചിരിയോടെ സ്വർഗത്തിൽ നീ കാണിച്ചു കൊടുക്കണം. അതാ മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ ഇതേവരെ ദുഃഖം വിട്ടുമാറിയിട്ടില്ലാത്തവർക്ക് റബ്ബേ നീ സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാക്കണം. പടച്ചവനെ, നീ തന്നതിന് തിരിച്ചു ചോദിച്ചാൽ ഞങ്ങൾ ഏത് സമയത്തും അതിൽ കരഞ്ഞിട്ട് കാര്യമില്ല അല്ലാഹുവേ. തന്നത് നീയാണ്, തിരിച്ചു ചോദിക്കുന്നത് നീയാണ് റബ്ബേ. ഞങ്ങൾ സ്നേഹിച്ചു കൊതിരുന്നതിന് മുമ്പ് ഞങ്ങളുടെ മക്കളെ നീ തിരിച്ചു ചോദിക്കില്ല അല്ലാഹുവേ. തിരിച്ചു ചോദിക്കില്ല അല്ലാഹുവേ. ഞങ്ങളുടെ മനസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വരുത്തല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കല്ലാഹുവേ. അവരുടെ രോഗങ്ങളിൽ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, നാളെ മരിക്കുന്ന നേരത്തെ കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നോറക്കപ്പോൾ ഞങ്ങൾ മരിപ്പിക്കണേ അല്ലാഹ്. എന്നതിന് വിട പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട കാളപ്പാടി ഉസ്താദ്, അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സൈനുൽ ഉലമ ഖബറിടം വിശാലമാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിശാലമാക്കണേ അല്ലാഹ്. നാളെ പരലോകത്ത് എഴുന്നേറ്റിരിക്കുമ്പോൾ ഞങ്ങളിൽ ആർക്കും ഒരു മേൽവിലാസവും പ്രയോജനമില്ല അല്ലാഹുവേ. കത്തിക്കാളുന്ന നരകത്തിനും പുഴകളുടെ സ്വർഗത്തിനിടയിൽ നിൽക്കുമ്പോൾ അവിടെ വാക്കിലേക്ക് വലിയ പദവിയൊന്നുമില്ല അല്ലാഹുവേ.
ബാക്കിയുള്ളവരില്ല അല്ലാഹുവേ. ഞങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളെ ഇതേപോലെ നീ സ്വർഗത്തിലേക്ക് നയിപ്പിക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ ഭക്ഷണം കഴിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ മക്കളോടൊത്ത് മാതാപിതാക്കളോടൊത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികൾ നീ ഖൈർ നൽകണേ അല്ലാഹുവേ. KMCC-യുടെ ഭാരവാഹികൾ, സുന്നി സെന്ററിന്റെ ഭാരവാഹികൾ, പ്രവർത്തകർ അവരെ പ്രവർത്തനം ഇഖ്ലാസുള്ളതാക്കി നീ അതിന് പൂർണ്ണമായ വിജയം നൽകി അനുഗ്രഹിക്കണം. ഈ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ, കോർഡിനേഷൻ ചെയ്യുന്നവർ അല്ലാഹുവേ അവർക്ക് അർഹമായ പരിമരം നൽകണേ അല്ലാഹ്. ഇനി നിന്റെ സ്ഥാപനത്തിലെ ഹാഫിളുകളെ സഹായിക്കുന്നവർ, ഒരേ ഹാഫിളുകളെ ഏറ്റെടുത്തവർ, ഇഫ്താറിനെ സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ എത്തിയ ആരെയും അല്ലാഹുവേ സമയമില്ല. അവയിലെത്തിയ സാധുക്കൾ, ചെറുപ്പക്കാർ, പുതിയ ഡിസൈൻ വന്നവർ, പുതിയ ജോലി നേടി വന്നവർ അല്ലാഹുവേ ആരെയും നീ നിരാശരാക്കല്ലേ അല്ലാഹ്. ഇവിടെ നിന്ന് സഹോദരിമാരെ, അവരുടെ ഭർത്താക്കന്മാരെ സ്നേഹമുള്ളവരാക്കി അവരുടെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നൽകണേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹുവേ. അല്ലാഹുവേ ഈ നാടിനെ നീ ഖൈറും ബറക്കത്തുമുള്ള നാടാക്കണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ യഅ്തിഹാ റസുഖഹാ റഗദൻ മിൻ കുല്ലി മക്കാൻ. അല്ലാഹുമ്മ അർഹം ലിശ്ശൈഖ് സായിദ് റഹിമഹുല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ വഇയ്യാഹും മിനൽ ഫായിസീന ഫിൽ ദാറൈൻ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹുവേ. ഇതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്യുന്ന പ്രിയപ്പെട്ട യൂസുഫ് അലി സാഹിബ് അല്ലാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അതിലൂടെ ധാരാളം പാവങ്ങൾക്ക് നീ അത്താണി കൊടുക്കുന്നുണ്ട് റബ്ബേ. അതിൽ ജോലി ചെയ്യുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ അല്ലാഹു ഇവിടെ ഓരോ സ്ഥാപനത്തിൽ ചെയ്യുന്നവർ നീ അവരെല്ലാം സഹായിക്കണേ അല്ലാഹുവേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا ارحم اباءنا وامهاتنا كما ربونا صغارا امين برحمتك يا ارحم الراحمين. الحمد لله رب العالمين. ഒറ്റ വാക്കുകൂടി, എന്നോട് സ്നേഹമുള്ള ഏറ്റവും പരിചയമുള്ള ധാരാളം മുഖങ്ങളുണ്ട്. പക്ഷേ ഔക്കാഫിൻ്റെ വീട്ടിലായതുകൊണ്ട് അതിൻ്റെ ചില സെക്യൂരിറ്റി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടും അവരുടെ കടുത്ത റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടും കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ആരും അത് ഉസ്താദ് പരിഗണിച്ചില്ല എന്നുള്ളൊരു പരിഭവമാക്കരുത്. എപ്പോഴും ദുആയിലുണ്ട്, കൽബിലുണ്ട്. എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന വിഷയത്തോടുകൂടി അഖൂക്കും ഫിൽ ഇസ്ലാം അഹ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. 23-ാം തീയതി വ്യാഴാഴ്ച രാത്രി തറാവീന് ശേഷം ഇതേ വേദിയിൽ നാഷണൽ തിയേറ്ററിൽ ബഹുമാനനായ ഉസ്താദിന്റെ പ്രഭാഷണമുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ തന്നെ 24-ാം തീയതി വെള്ളിയാഴ്ച ഇതേ വേദിയിൽ ബഹുമാനനായ ആദർശേരി ഹംസക്കുട്ടി ഉസ്താദിന്റെ